ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും ബെല്ലൈക്കൺ അമർത്തി പുതുപുത്തൻ സിനിമ വാർത്തകൾ ആദ്യമേ തന്നെ അറിയൂ. ക്രിസ്റ്റഫർ നോളന്റെ ഡൺകെർക്ക് 1940-ൽ ജർമ്മനി 40,000-ഓളം വരുന്ന ബ്രിട്ടീഷ് സൈന്യത്തെയും ഫ്രഞ്ച് സൈന്യത്തെയും ഡൺകെർക്കിലെ ബീച്ചസുകളിൽ ട്രാപ്പ് ചെയ്തിട്ടു. ആ ട്രാപ്പിൽ നിന്ന് ഈ സൈനികർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ഡൺകെർക്ക് എന്ന സിനിമയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിരിക്കുകയാണ് ക്രിസ്റ്റഫർ നോളൻ. തുടക്കം തൊട്ട് നമ്മളെ ഈ ചിത്രം പിടിച്ചിരുത്തും. വാർ അഥവാ യുദ്ധമാണ് ഈ ചിത്രത്തിലെ പ്രധാന സംഭവം. ആ 40,000-ഓളം വരുന്ന സോൾജിയേഴ്സ് ഡൺകെർക്കിലെ ബീച്ചസിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും പരാജയപ്പെടുന്നതും പിന്നെയും ശ്രമിക്കുന്നതും അതിമനോഹരമായി ക്രിസ്റ്റഫർ നോളൻ ചിത്രീകരിച്ചിട്ടുണ്ട്. ഡൺകെർക്ക് ഒരു പക്കാ റിയലിസ്റ്റിക് ചിത്രമാണ്. എല്ലാം റിയലാണ്. ഇതിലെ ആൾക്കാരെ കടത്താൻ ഉപയോഗിച്ചിരിക്കുന്ന ബോട്ടുകൾ, ഇതിലെ യുദ്ധവിമാനങ്ങൾ, ഇതെല്ലാം റിയലാണ്. ഇതിൽ ഈ യുദ്ധവിമാനങ്ങൾ ഫയർ ചെയ്യുന്ന കുറേ ഷോട്ട്സ് ഉണ്ട്. അതിലെ ആ ഫയറിങ് തന്നെ പക്ക റിയലിസ്റ്റിക് ആണ്. നമ്മൾ സാധാരണ ഒരു ഹോളിവുഡ് അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമ എടുക്കുമ്പോൾ അതിലെ ഫയറിങ് ഭയങ്കരമായി ഗ്രാഫിക്സ് ആഡ് ചെയ്ത് കാണും. ഭയങ്കര സ്പാർക്കും ഭയങ്കര പൊട്ടിത്തെറികളുമായിരിക്കും. പക്ഷേ ഇതിൽ കറക്റ്റ് എങ്ങനെയാണോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അതേ കണക്കാണ്. ഈ പ്ലെയിനൊന്നും ആകാശത്ത് വെച്ചൊന്നും പൊട്ടിത്തെറിക്കുന്നില്ല. എല്ലാം എങ്ങനെയാണോ റിയൽ ലൈഫിൽ അതുപോലെ തന്നെയാണ് ആ ചിത്രത്തിലും. വലിയൊരു യുദ്ധത്തിൻ്റെ നടുവിലായിപ്പോയ കുറേ പാവപ്പെട്ട സോൾജേഴ്സിൻ്റെ അവരുടെ നിസ്സഹായതയുടെ ഒരവസ്ഥ ക്രിസ്റ്റഫർ നോളൻ നല്ല കൃത്യമായി ചിത്രീകരിച്ചിട്ടുണ്ട്. അവരുടെ ഡയലോഗുകളും അവരുടെ എക്സ്പ്രഷൻസും, ഡയലോഗൊക്കെ വളരെ കുറവാണ്. ഇതിലെ മെയിൻ തുടക്കത്തിൽ കാണിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്. ആ പുള്ളിക്ക് ഫസ്റ്റ് ഹാഫ് വരെ ഒരു ഡയലോഗും ഇല്ല. ഇതിനിടയ്ക്കെന്ന് വെച്ചാൽ സോൾജേഴ്സ് ഇങ്ങനെ വട്ടം കൂടിയിരിക്കുമ്പോൾ സാധാരണ ഒരു യുദ്ധ സിനിമയിൽ ഒരു ഡയലോഗ് പറയാം, എനിക്ക് വീട്ടിൽ കാത്തിരിക്കാൻ ഒരമ്മയുണ്ട്, കെട്ടിക്കാൻ പ്രായമായ പെങ്ങളുണ്ട്. പക്ഷേ ഇത് കൂട്ട് ഡയലോഗ് ഒന്നും ഈ ചിത്രത്തിലില്ല. എന്താണ് സിറ്റുവേഷൻ, എന്താണ് അവരുടെ മാനസികാവസ്ഥ, ഇതൊക്കെ എങ്ങനെയാണോ ശരിക്കും എങ്ങനെയാണോ അതേപടി ക്രിസ്റ്റഫർ നോളൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്നും ഡ്രമാറ്റിക്കായിട്ട് ഒന്നും ചെയ്യാൻ നോക്കിയിട്ടില്ല. ഒരു കോമഡിക്ക് വേണ്ടി വേറൊരു സംഭവം ചെയ്തിട്ടില്ല. അത്തരം ഭീകരാവസ്ഥയിലിരിക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥയും അയാളുടെ ഇമോഷൻസും എല്ലാം അതേപടിയാണ് ഡൺകെർക്കിലുള്ളത്. ചിത്രത്തിൻ്റെ ഗ്രാഫിക്സും CGIയും അതിൻ്റെ സിനിമാറ്റോഗ്രഫിയും എല്ലാം കിടുവാണ്. ഡൺകെർക്കിൻ്റെ സൗണ്ട് ട്രാക്ക് മരണമാസാണ്. ചിത്രം മൊത്തത്തിൽ വളരെ ഇൻറ്റൻസാണ്. എന്തെങ്കിലും ഇൻറ്റൻസായ ഒരു സീൻ വരുമ്പോഴത്തേക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതിനനുസരിച്ച് ഇൻറ്റൻസ് ആയിക്കൊണ്ടിരിക്കും. ക്രിസ്റ്റഫർ നോളന്റെ മുൻ ചിത്രങ്ങളെ അപേക്ഷിച്ച് ഡൺകെർക്കിന് ദൈർഘ്യം കുറവാണ്. 1 മണിക്കൂർ 46 മിനിറ്റേ ചിത്രമുള്ളൂ. അത് കറക്റ്റ് ലെങ്താന്ന് കണ്ടിരിക്കുന്ന ആരും പറയും. അത് നമുക്ക് ലാഗും തോന്നിക്കില്ല. കറക്റ്റ് എൻഡിങ്ങും ഒന്നും മിസ്സായി എന്ന് തോന്നത്തില്ല. ചിത്രത്തിൻ്റെ ക്യാമറ വർക്ക് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. അത് വല്ലാത്ത രീതിയിലാണ് അത് ക്യാമറ അവർ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. മിക്ക സീൻസിലും ഒരു 95% ക്യാമറ മൂവ്മെൻറ്റിലായിരിക്കും. നമ്മളും ആ സോൾജേഴ്സിൻ്റെ ഒപ്പമുള്ള പോലെ നമുക്ക് തോന്നും. ഡൺകെർക്ക് എന്ന ചിത്രം ക്രിസ്റ്റഫർ നോളന്റെ ഒരു മാസ്റ്റർ പീസ് തന്നെയാണ്. ഒരു നല്ല യുദ്ധചിത്രം കാണണമെങ്കിൽ ഈ സിനിമ കാണുക. യുദ്ധം എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ പോര് അത് കുറവാട്ടോ. എയറിലുള്ളൂ. എയറിൽ വിമാനങ്ങൾ തമ്മിൽ അങ്ങോട്ടുള്ള ഇതുള്ളൂ. കരയിൽ അവർ സർവൈവ് ചെയ്യാൻ നോക്കണേ. അവർ നിസ്സഹായരാ ആ കരയിൽ നിൽക്കുന്നവർ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഉദ്ദേശിക്കരുത്. സാധാരണ നമ്മൾ ബാഹുബലിയൊക്കെ കാണില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചട ആ സംഭവമല്ല. അവർ സർവൈവ് ചെയ്യാനാണ് നോക്കുന്നത്. നല്ലൊരു ഇംഗ്ലീഷ് പടം കാണേണ്ടവർക്ക് ഈ ചിത്രം പോയി കാണാം. ഇതിൽ കണ്ടമാനം വയലൻസോ ബ്ലഡോ ഒന്നുമില്ല എന്നത് മറ്റൊരു കാര്യം. ഈ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 5-ൽ 4.8. കൂടുതൽ സിനിമ റിവ്യൂസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.